السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ശ്രോതാക്കളെ, മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരിക്കൽ ഞാൻ വീട്ടിലായിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു സലാം ചൊല്ലി. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഉഖ്ഉദി മകാനകി മാ കാന ലകി അൻ തഖൂമി യാ ഉമ്മൽ മുഅ്മിനീൻ. ഓ ഉമ്മുൽ മുഅ്മിനീൻ എന്നവരെ, നിങ്ങൾ എഴുന്നേൽക്കേണ്ടതില്ല, അവിടെ തന്നെ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞ് ആയിഷ ബീവിയുടെ ചാരത്തിരുന്നു. എന്നിട്ട് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ മടിത്തട്ടിൽ തലവെച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിപ്പോയി. ഞാൻ നബിയുടെ താടിരോമത്തിലെ നരവന്ന മുടികൾ ഇങ്ങനെ നിരീക്ഷിച്ചു. 19 വെളുത്ത മുടികൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിരോമത്തിൽ ഞാൻ കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ നിന്ന് വിട പറയാനായിട്ടുണ്ടല്ലോ. ഈ സമുദായത്തിന് ഇനി പ്രവാചകൻ ഉണ്ടായിരിക്കില്ലല്ലോ. ഈ സമുദായത്തിന് ഇനി നബി ഉണ്ടാവുകയില്ലല്ലോ. റസൂലുള്ള നമ്മെ വിട്ടുപിരിയുമല്ലോ എന്നെല്ലാം ഞാൻ ചിന്തിച്ചുപോയി. എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. പ്രസ്തുത കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളിലേക്കുറ്റി, റസൂലുള്ളാഹിന്റെ മുഖത്തിലേക്കുറ്റി. അവിടുന്ന് ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്നുകൊണ്ട് അല്ലാഹു റസൂൽ ചോദിക്കുന്നു, മല്ലദീ അബ്കാകി യാ ഉമ്മൽ മുഅ്മിനീൻ. ഓ ഉമ്മുൽ മുഅ്മിനീൻ എന്നവരെ, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ പറയുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ നബി തങ്ങളോട് വിശദീകരിച്ചു. അപ്പോൾ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അയ്യു ഹാലിൻ അശദ്ദു അലൽ മയ്യിത്തി. ഒരു മയ്യത്തിന് ഏറ്റവും പ്രയാസകരമായ അവസ്ഥ എന്താണ്? ആയിഷ ബീവി മറുപടി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾ പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മയ്യത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് മയ്യത്തിനെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ എൻ്റെ പിതാവേ, എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് മക്കളും എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന് വിലപിച്ചുകൊണ്ട് രക്ഷിതാക്കളും കരയുന്ന സന്ദർഭമാണത്. ആ സന്ദർഭമാണ് ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന സന്ദർഭമെന്ന് ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ ശദീദുൻ ഫമാ അശദ്ദ മിൻ. ഇത് പ്രയാസകരമായ അവസ്ഥ തന്നെ. ഇതിനേക്കാൾ പ്രയാസകരമായ അവസ്ഥ എന്താണ്? അപ്പോൾ ആയിഷ ബീവി പറയുന്നു, ഞാൻ പറഞ്ഞു, ഒരു മയ്യത്തിനെ ഖബറിൽ വെച്ച് മണ്ണിട്ട് മൂടി അവന്റെ കർമ്മങ്ങളോടൊപ്പം അവനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച്
കുടുംബക്കാരും മക്കളും സ്നേഹിതരും മടങ്ങി വരും. ശേഷം അവിടെ മുങ്കർ നക്കീർ പ്രത്യക്ഷപ്പെടും. ഇതാണ് ഏറ്റവും പ്രയാസകരമായ അവസ്ഥ. അതാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ഇതിനേക്കാൾ പ്രയാസകരമായ അവസ്ഥ ഏതാണ്? ബിവി ആയിഷ പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങേക്കും അള്ളാഹുവിനും മാത്രം അറിയാം. നിബിതങ്ങൾ വിശദീകരിക്കുന്നു, മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിന്റെ വിരലിലുള്ള യുവത്വകാലത്ത് അവൻ ധരിച്ച മോതിരവും അതുപോലെ ശരീരത്തിലുള്ള മണവാളനായി പോകുന്ന സന്ദർഭത്തിൽ അവൻ ധരിച്ച കമീസും തലയിലുള്ള പണ്ഡിതരുടെയും വയോധികരുടെയും തലപ്പാവും എല്ലാം അഴിച്ചു മാറ്റും. ആ സമയം മയ്യത്തിനെ വസ്ത്രമില്ലാതെ കാണുമ്പോൾ മനുഷ്യ ജിന്ന് സമൂഹങ്ങളൊഴികെ മറ്റെല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ റൂഹ് വിളിച്ചു പറയും, ഓ കുളിപ്പിക്കുന്നവനെ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുന്നു, എന്റെ വസ്ത്രത്തെ മയത്തോടെ നീ അയക്കണേ. അസ്അലുക ബില്ലാഹ് അൻ തൻസിയ സിയാബി ബിരിഫ്കിൻ ഫഇന്നി അസ്സാഅത ഖദ് ഇസ്തറഹ്തു മിൻ മുജാദബതി മലക്കിൽ മൗത്തി എന്ന് റൂഹ് വിളിച്ചു പറയുന്നു. എന്റെ വസ്ത്രത്തോടെ മയത്തോടെ അയക്കണേ. മലക്കുൽ മൗത്തിന്റെ പിടിച്ചു വലിയിൽ നിന്ന് ഞാൻ ഇപ്പോഴാണ് സമാധാനത്തിലായിരിക്കുന്നത്. ആയതുകൊണ്ട് എന്റെ വസ്ത്രത്തെ മയത്തോടെ നീ അയക്കണേ എന്ന് റൂഹ് വിളിച്ചു പറയും. വെള്ളമൊഴിക്കുമ്പോൾ റൂഹ് ഇങ്ങനെ വിളിച്ചു പറയും, ചുടുവെള്ളമൊഴിക്കരുതേ, വെള്ളത്തെ ചൂടും തണുപ്പുമാക്കരുതേ. എന്റെ ശരീരം റൂഹിനെ ഊരിയെടുത്ത പൊള്ളലിലാണുള്ളത്, ആ വിഷമത്തിലാണുള്ളത്. ആയതുകൊണ്ട് വെള്ളത്തെ ചൂടും തണുപ്പുമാക്കരുതേ, വെള്ളത്തെ നീ ചൂടാക്കരുതേ എന്നിങ്ങനെ റൂഹ് വിളിച്ചു പറയും. കഴുകുന്ന സമയത്ത് റൂഹ് പറയും, റൂഹ് വിലപിക്കും, എന്നെ ശക്തമായി സ്പർശിക്കരുതേ, എന്റെ ശരീരം റൂഹ് പോയതിൽ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് ശക്തമായി എന്നെ സ്പർശിക്കരുതേ. കുളി കഴിഞ്ഞ് കഫംപുടയിൽ വെച്ച് 2 കാൽപാദങ്ങൾ കെട്ടുന്ന സമയത്ത് റൂഹ് വിളിച്ചു പറയും, എന്റെ ഭാര്യയെയും മക്കളെയും കുടുംബങ്ങളെയും കാണുന്നത് വരെ എന്റെ തലഭാഗം കെട്ടരുതേ. ഇത് എന്റെ അവസാനത്തെ കാഴ്ചയാണല്ലോ. ഈ ദിവസം ഞാൻ അവരെ വിട്ടുപിരിയുകയാണല്ലോ. അന്ത്യനാൾ വരെ ഇനി അവരെ ഞാൻ കാണുകയില്ലല്ലോ എന്ന് റൂഹ് വിളിച്ചു പറയും. മയ്യത്തിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ റൂഹ് പറയും, സമൂഹമേ, എന്നെ വേഗം കൊണ്ടുപോകരുതേ. എന്റെ വീടിനോടും എന്റെ വീട്ടുകാരോടും എന്റെ കുടുംബത്തോടും എന്റെ സമ്പത്തിനോടും ഞാൻ യാത്ര പറയട്ടെ. ശേഷം റൂഹ് പറയും, എന്റെ സമൂഹമേ, എന്റെ ഭാര്യയെ ഞാൻ വിധവയാക്കിയിരിക്കുന്നു, അവളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. എന്റെ മക്കളെ ഞാൻ അനാഥയാക്കിയിരിക്കുന്നു, അവരെയും നിങ്ങൾ ഉപദ്രവിക്കരുതേ. ഈ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഇനി ഒരിക്കലും അവരിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല. മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ റൂഹ് വിലപിക്കും. റൂഹ് വിളിച്ചു പറയും, ഓ സമൂഹമേ, എന്നെ വേഗം കൊണ്ടുപോകരുതേ.
എന്റെ ഭാര്യയുടെയും മക്കളുടെയും കുടുംബക്കാരുടെയും ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഇന്നു മുതൽ അന്ത്യനാൾ വരെ അവരെ ഞാൻ അവർ ഇന്നു മുതൽ അന്ത്യനാൾ വരെ അവരെ ഞാൻ പിരിയുകയാണല്ലോ, അവരുമായിട്ട് ഞാൻ ബന്ധം വിച്ഛേദിക്കുകയാണല്ലോ എന്നിങ്ങനെ മയ്യത്തിൽ കെട്ടിൽ കിടന്നുകൊണ്ട് റൂഹ് വിലപിക്കുമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. മയ്യത്ത് കട്ടിലേറ്റി ചുമന്ന് 3 അടി വെച്ചാൽ ജിന്ന്, മനുഷ്യ സമൂഹമല്ലാത്ത മറ്റെല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ റൂഹ് വിളിച്ചു പറയും, എന്റെ കൂട്ടുകാരെ, സ്നേഹിതരെ, മക്കളെ, നിങ്ങൾ ദുന്യാവിലേക്ക് ചായരുതേ. എന്നെ ദുന്യാവ് വഞ്ചിച്ചതുപോലെ നിങ്ങളെയും വഞ്ചിക്കും. എന്നെ കാലം കളിപ്പിച്ചതുപോലെ നിങ്ങളെയും കളിപ്പിക്കും. എന്നിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളൂ. നിശ്ചയം, തീർച്ചയായും ഞാൻ സമ്പാദിച്ചതെല്ലാം അനന്തരാവകാശികൾക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു. എന്റെ പാപങ്ങളൊന്നും അവർ ഏറ്റെടുത്തിട്ടില്ല. ദുന്യാവിന്റെ കാര്യത്തിൽ അള്ളാഹു എന്നെ വിചാരണ ചെയ്യും. ആ സമയം നിങ്ങളതുകൊണ്ട് എന്റെ അനന്തരവാസികൾ ആ സമ്പത്ത് കൊണ്ട് സുഖിക്കുകയായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യില്ല. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കുടുംബക്കാരും കൂട്ടുകാരുമായ ചിലർ തിരിച്ചു പോകുമ്പോൾ റൂഹ് വിലപിക്കുന്നു, റൂഹ് വിളിച്ചു പറയുന്നു, കൂട്ടുകാരെ, ജീവിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. മറവ് ചെയ്യുന്നതിന് മുമ്പേ ഇത്ര പെട്ടെന്ന് എന്നെ മറക്കരുതേ. എനിക്ക് കിട്ടാനുള്ള സ്ഥലം നിങ്ങൾക്ക് കാണണ്ടേ. ഖബറിന്റെ അരയിൽ വെക്കുമ്പോൾ മയ്യത്ത് വിളിച്ചു പറയും, മയ്യത്ത് വിലപിക്കും, ആ റൂഹ് വിലപിക്കുന്നതാണ്, സമൂഹമേ, കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ എന്നെ വിളിക്കുന്നില്ലല്ലോ. ഖബറിൽ വെക്കുമ്പോൾ മയ്യത്ത് പറയും, എന്റെ അനന്തരാവകാശികളെ, ഞാൻ സമ്പാദിച്ച ധാരാളം സമ്പാദ്യങ്ങൾ, ധാരാളം സമ്പത്തുക്കൾ, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നന്മകൾ അധികരിപ്പിച്ച് നിങ്ങൾ എന്നെ ഓർക്കണേ. ഞാൻ നിങ്ങളെ ഖുർആനും അദബും പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ എന്നെ നിങ്ങൾ മറക്കരുതേ എന്ന് ആത്മാവ് വിലപിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ദഹാഹിറുൽ ഇഖ്വാൻ എന്ന കിതാബിന്റെ 12-ാം പേജിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരും, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവസാനം റസൂലുള്ളാഹിന്റെ ജിവാറിൽ എല്ലാവരും ഒന്നിച്ചൊരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.